സയൻസ് സെറ്റിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾ ചിലപ്പോഴും കണ്ടു കാണും. അപ്പോൾ അതിൽ നമ്മൾ ശ്രീലങ്കയുടെ പതനത്തെ കുറിച്ച് പറയുന്നു. അതിൽ വൺ ഓഫ് ദ റീസൺ, ഒരു കാരണം ശ്രീലങ്കയുടെ പതനത്തിന് ഓർഗാനിക് ഫാമിംഗ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ചില ആൾക്കാർക്കെങ്കിലും ഒരു സംശയം തോന്നും, നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനമായ സിക്കിം ഓർഗാനിക് ഫാമിംഗ് നടപ്പാക്കിയ ഒരു സംസ്ഥാനം. സിക്കിം കൊളാപ്സ് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ സിക്കിമിനൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ളൊരു നാച്ചുറൽ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ടാവും. ഇത് പല ആൾക്കാരും മുന്നേ ചോദിച്ചതുമാണ്. അപ്പൊ ശ്രീലങ്കയെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് സിക്കിമിനെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇന്ന് സിക്കിമിനെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, സിക്കിം വളരെ ചെറിയൊരു സംസ്ഥാനമാണ്. ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ 2ാം സ്ഥാനത്താണ് സിക്കിമിനുള്ളത്. ഒന്നാമത്തത് ഗോവ, രണ്ടാമത്തത് സിക്കിമാണ്. 6.9 ലക്ഷം, അതായത് 6,90,000 അടുത്ത് ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. ജനസംഖ്യ അത്ര മാത്രമാണ്. അപ്പൊ അത്രയും ചെറിയൊരു സംസ്ഥാനമാണ് സിക്കിം. അത് അവിടെ ഇരിക്കട്ടെ, അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അപ്പോൾ നമുക്ക് അവിടുത്തെ പ്രൊഡക്ഷൻ നോക്കാം. അവിടുത്തെ മെയിൻ ഇൻകം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് ടൂറിസം ആണ്. ഒരുപാട് ടൂറിസ്റ്റ് പോകുന്ന ഒരു സ്ഥലമാണ്. രണ്ടാമത്തത് അഗ്രികൾച്ചർ തന്നെയാണ്. ഈ അവരുടെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റൈസ് ഉണ്ട്, അതുപോലെ മെയ്സ് അല്ലെങ്കിൽ ചോളം, പിന്നെ ബക്വീറ്റ്, വീറ്റ്, പൊട്ടാറ്റോ, കാടമം, ഇതൊക്കെയാണ് അവരുടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. അപ്പൊ അവരുടെ പ്രൊഡക്ഷൻ നമ്മൾക്ക് നോക്കാം. എങ്ങനെയുണ്ട് അവരുടെ പ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് റൈസ് എടുക്കാം. റൈസിന്റെ പ്രൊഡക്ഷൻ, അതായത് പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയാം, എത്രയാണ് സിക്കിമിൽ, എത്ര ടണ്ണാണ് ഒരു ഹെക്ടറിന് കിട്ടുന്നതെന്നാണ് ഞാൻ പറയുന്നത്. 0.69 ടൺ പെർ ഹെക്ടർ, അതായത് 2.5 ഏക്കറിൽ 690 കിലോ മാത്രമാണ് അവിടുത്തെ പ്രൊഡക്ഷൻ. ഇനി ഇന്ത്യയിലുള്ള ആവറേജ് പ്രൊഡക്ഷൻ നോക്കിയാൽ 2.8 ടണ്ണാണ് പെർ ഹെക്ടർ, അതായത് 2800 കിലോഗ്രാം പെർ ഹെക്ടർ ആണ് ഇന്ത്യയുടെ ആവറേജ് പ്രൊഡക്ഷൻ റൈസിന്. ഇനി ഇന്ത്യയുടെ ബെസ്റ്റ് പ്രൊഡക്ഷൻ, ആവറേജ് ആണ് നേരത്തെ പറഞ്ഞത്, ബെസ്റ്റ് പ്രൊഡക്ഷൻ റേറ്റ് എന്താണെന്ന് വെച്ചാൽ 3.6 ടണ്ണാണ്. 3600 കിലോഗ്രാം പെർ ഹെക്ടർ ആണ് ഇന്ത്യയുടെ ബെസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പ്രൊഡക്ഷൻ വളരെ വളരെ കുറവാണ് സിക്കിമിൽ. ഇന്ത്യയുടെ ആവറേജിന്റെ 4/1 മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ ബെസ്റ്റിന്റെ ഒരുപാട് താഴെയാണ് സിക്കിമിലുള്ള റൈസ് പ്രൊഡക്ഷൻ. ഇനി എത്ര റൈസ് അവർക്ക് വേണം, അവിടെയുള്ള ജനങ്ങൾക്ക് കഴിക്കാനും അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കഴിക്കാനും വേണ്ടി എത്ര റൈസ് വേണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അവിടുത്തെ ആനുവൽ പ്രൊഡക്ഷൻ എത്രയാണെന്ന് നോക്കാം. എത്രയാണ് അവിടുത്തെ, ഇങ്ങനെയുള്ള ഈ ഒരു കണക്ക് വെച്ചിട്ട് അവിടുത്തെ പ്രൊഡക്ഷൻ 20,000 ടണ്ണാണ്. ഒരു വർഷം 20,000 ടൺ റൈസ് ആണ് സിക്കിം ഉൽപ്പാദിപ്പിക്കുന്നത്. എത്രയാണ് അവർക്ക് വേണ്ടത്? അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി വേണ്ടത് 1,00,000 ടണ്ണാണ് ഒരു വർഷം. അപ്പൊ ബാക്കി 80,000 ടൺ ഇമ്പോർട്ട് ചെയ്യണം, അതായത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിക്കണം. വാങ്ങിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. വെസ്റ്റ് ബംഗാളിൽ ഒരുപാട് റൈസ് ഉണ്ടാക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ ഓർഗാനിക് ഫാമിംഗ് ഒന്നുമില്ല. അവിടെ നിന്നുള്ള റൈസാണ് സിക്കിമിലേക്ക് പോകുന്നത്. സിക്കിമിലെ ജനങ്ങളെ തീറ്റിപ്പോറ്റുന്നത്, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളെയും തീറ്റിപ്പോറ്റുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന നോൺ ഓർഗാനിക് റൈസ് കൊണ്ടാണ് എന്നാണ് അർത്ഥം. ഇനി അടുത്ത ക്രോപ്പിലേക്ക് വരാം. അടുത്ത ക്രോപ്പിലേക്ക് വന്നാൽ ഗോതമ്പിന്റെ പ്രൊഡക്ഷൻ സിക്കിമിൽ 0.5 ടൺ പെർ ഹെക്ടർ, അതായത് 500 കിലോ, ഒരു ഹെക്ടറിൽ 500 കിലോഗ്രാം മാത്രമാണ് അവരുടെ പ്രൊഡക്ഷൻ. ഇന്ത്യയുടെ ആവറേജ് എടുത്താൽ 3.6 ടൺ പെർ ഹെക്ടർ ആണ്, അതായത് 3600 കിലോഗ്രാം പെർ ഹെക്ടർ. ഇനി ഇന്ത്യയുടെ ബെസ്റ്റ് പ്രൊഡക്ഷൻ എടുത്താൽ 4.9 ടൺ പെർ ഹെക്ടർ ആണ്, അതായത് 4900 കിലോഗ്രാം പെർ ഹെക്ടർ. ഇത് പഞ്ചാബിൻ്റെതാണ് ഈ കണക്ക്. അപ്പോൾ വീറ്റിന്റെ പ്രൊഡക്ഷനും സിക്കിം പഞ്ചാബിന്റെ ഏകദേശം 10/1 മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് 5 ടൺ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചാബിന്റെ 10/1, അതായത് 0.5, അര ടൺ മാത്രമാണ് സിക്കിം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി അടുത്ത ക്രോപ്പിലേക്ക് നമുക്ക് വരാം. അടുത്തത് മെയ്സ് അല്ലെങ്കിൽ ചോളം. സിക്കിമിന്റെ ചോളം പ്രൊഡക്ഷൻ 1.75 ടൺ പെർ ഹെക്ടർ ആണ്, 1750 കിലോഗ്രാം പെർ ഹെക്ടർ. ഇന്ത്യൻ ആവറേജ് 3.2 ടൺ പെർ ഹെക്ടർ ആണ്. അതുപോലെ ഇന്ത്യയിൽ മാക്സിമം പ്രൊഡക്ഷൻ പറയുന്നത് 12 ടൺ പെർ ഹെക്ടർ ആണ്. അത് കൃഷ്ണ, അതുപോലെ വെസ്റ്റ് ഗോദാവരി എന്നിങ്ങനെയുള്ള ഡിസ്ട്രിക്ട്, ആന്ധ്രാപ്രദേശിലുള്ള ഡിസ്ട്രിക്റ്റുകളിലാണ് ഇത് ഇത്രയും വലിയ പ്രൊഡക്ഷൻ നടക്കുന്നത്. 12 ടൺ പെർ ഹെക്ടർ ആണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെയ്സിന്റെ പ്രൊഡക്ഷൻ മനസ്സിലായി. ഓർഗാനിക് ഫാമിംഗ് വെച്ച് ചെയ്യുന്ന മെയ്സും വളരെ വളരെ കുറവാണ്. സിക്കിമിലുള്ള പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അടുത്തത് പൊട്ടാറ്റോ ഒരു മെയിൻ ഭക്ഷ്യ സാധനമാണല്ലോ ഇന്ത്യയിലുള്ള ആൾക്കാർ. പൊട്ടാറ്റോയുടെ പ്രൊഡക്ഷൻ സിക്കിമിൻ്റെത് 4.8 ടൺ പെർ ഹെക്ടർ ആണ്. ഇന്ത്യൻ ആവറേജ് 30 ടൺ പെർ ഹെക്ടർ. ഇനി ബെസ്റ്റ് ഇന്ത്യയിലുള്ള പ്രൊഡക്ഷൻ 109 ടൺ പെർ ഹെക്ടർ ആണ്. അത് വേൾഡ് റെക്കോർഡുമാണ്. അത് ബീഹാറിലുള്ള നളന്ദ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു രാകേഷ് കുമാർ എന്നൊരു വ്യക്തിയുടെ ഫാമിൽ നിന്നാണ് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 109 ടൺ പെർ ഹെക്ടർ ആണ് മാക്സിമം പ്രൊഡക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, പൊട്ടാറ്റോ പ്രൊഡക്ഷനും വളരെ വളരെ ഇന്ത്യൻ ആവറേജിന് വളരെ കുറവാണ് സിക്കിമിന്റെ പ്രൊഡക്ഷൻ എന്നുള്ളത്. അടുത്തത് ബക്വീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീരിയൽ പോലുള്ളൊരു സാധനം. എക്സാക്ട്ലി ഒരു സീരിയൽ അല്ല, സ്റ്റുഡിയോ സീരിയൽ എന്നാണ് അതിന്റെ പേര് തന്നെ. അതിന്റെ പ്രൊഡക്ഷൻ 0.98 ടൺ പെർ ഹെക്ടർ ആണ് സിക്കിമിന്റെ പ്രൊഡക്ഷൻ പെർ ഹെക്ടർ. അത് ഇന്ത്യൻ ആവറേജ് 2 ടൺ പെർ ഹെക്ടർ ആണ്
ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതിലും കൂടുതലായിരിക്കും, പക്ഷേ അതിൻ്റെ ഡാറ്റ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അത് എനിക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണെന്ന് അറിയില്ല. പക്ഷേ ഇന്ത്യൻ ആവറേജ് 2 ടണ്ണാണ്. അറ്റ്ലീസ്റ്റ് സിക്കിമിന്റെ ഒരു ഇരട്ടിയെങ്കിലും കൂടുതലാണ് ഇന്ത്യൻ ആവറേജ് പ്രൊഡക്ഷൻ. ഇനി നമുക്ക് അടുത്തത് വരാനുള്ളത് ചായയാണ്. ചായയുടെ പ്രൊഡക്ഷൻ, ടീ പ്രൊഡക്ഷൻ. സിക്കിമിന്റെ പ്രൊഡക്ഷൻ 0.56 ടൺ പെർ ഹെക്ടർ ആണ്. അതായത് 560 കിലോഗ്രാം പെർ ഹെക്ടർ. ഇന്ത്യൻ ആവറേജ് 2.2 ടൺ പെർ ഹെക്ടർ ആണ്. മാക്സിമം 3.5 ടൺ പെർ ഹെക്ടർ ആണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ അവിടെയും മനസ്സിലായി ടീ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അവിടുത്തെ മെയിൻ ക്രോപ്പുകളെല്ലാം ഞാൻ കവർ ചെയ്തു. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഞാൻ പറഞ്ഞ എല്ലാത്തിൻ്റെയും ഒരു ഡാറ്റയാണ് ഞാനവിടെ ഒരു ടേബിൾ രൂപത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ ഓരോ ഐറ്റമാണ് ആദ്യത്തെ കോളത്തിൽ, രണ്ടാമത്തെ കോളത്തിൽ ഇന്ത്യൻ ആവറേജ് ആണ്, പിന്നെ മാക്സിമം പ്രൊഡക്ഷൻ ആണ് മൂന്നാമത്തെ കോളത്തിൽ, നാലാമത്തെ കോളത്തിലാണ് സിക്കിമിലുള്ള പ്രൊഡക്ഷൻ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ പ്രൊഡക്ഷനും വളരെ വളരെ കുറവാണ്, പരിതാപകരമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ പ്രൊഡക്ഷൻ വളരെ വളരെ കുറവാണ്. ഇത് തന്നെയാണ് ഞാൻ ശ്രീലങ്കയുടെ കേസിൽ ഞാൻ മുന്നേ പറഞ്ഞത്. അവിടെ 20% ആയിരുന്നു സാധാരണ സയന്റിഫിക് ഫാമിങ്ങിന്റെ 20%-ഒക്കെയാണ് ഇവിടെ ഓർഗാനിക് ഫാമിങ്ങിലുള്ള പ്രൊഡക്ഷൻ. അത് തന്നെയാണ് ഇവിടെയും കാണപ്പെടുന്നത്. കുറച്ച് കുറവാണെന്ന് മാത്രം, 20%-നും കുറവാണ് ചില കേസുകളിൽ. ഇനി പറയാനുള്ളത്, ഇത്രയും ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ ഇത്രയും കോലാഹലമൊക്കെ ഉണ്ടാക്കുന്ന സിക്കിമിൽ എല്ലാവരും ഓർഗാനിക് ഫുഡാണോ കഴിക്കുന്നത്? ഒരിക്കലുമല്ല. സിക്കിം നമ്മളെല്ലാവരും ഇമ്പോർട്ട് ചെയ്യുന്ന പോലെ ഒരുപാട് ഓയിൽ, ഇന്ത്യ ഒരുപാട് ഓയിൽ, ഭക്ഷ്യ എണ്ണ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ സിക്കിം ഒരുപാട് ഭക്ഷ്യ എണ്ണ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പല രാജ്യങ്ങളിൽ നിന്നാണ്, മലേഷ്യ, ഇന്തോനേഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ്. അതുപോലെ ഒണിയൻ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളി അല്ലെങ്കിൽ സവാള, അത് ഈജിപ്ത്, ഇറാൻ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് സിക്കിം ഇമ്പോർട്ട് ചെയ്യുന്നത്. അതൊന്നും ഓർഗാനിക് ഫുഡല്ല. ഒരുപാട് റൈസ്, ഞാൻ നേരത്തെ പറഞ്ഞു 80,000 ടൺ, ഈ 80% ചുരുങ്ങിയത് അവർക്ക് ഇമ്പോർട്ട് ചെയ്യണം. എവിടുന്ന്? വെസ്റ്റ് ബംഗാളിൽ നിന്ന് റൈസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബഹുഭൂരിപക്ഷം റൈസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ പൾസ് അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ, അവർക്ക് വേണ്ടുന്ന പയറുവർഗ്ഗങ്ങളുടെ എമൗണ്ട് 20,120 ടണ്ണാണ് ഒരു വർഷത്തിൽ വേണ്ടത്. അവരുടെ പ്രൊഡക്ഷൻ വെറും 5,000 ആണ്. അതായത് 75% പയറുവർഗ്ഗങ്ങളും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതായത് നോൺ ഓർഗാനിക് ഫുഡാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. സിക്കിമും ഓർഗാനിക് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ, എന്നിട്ട് എന്തേ ഒരു പ്രശ്നമില്ല? പ്രശ്നം ശരിക്കും ഉണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞു, ഓൾറെഡി ഡാറ്റ വെച്ച് കണ്ടു കഴിഞ്ഞു. അവിടെ റിയൽ പ്രശ്നമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കൊളാപ്സ് ചെയ്യുന്നില്ല, ശ്രീലങ്ക കൊളാപ്സ് ചെയ്ത പോലെ എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതിന്റെ കാരണം ശ്രീലങ്ക ഒരു സെപ്പറേറ്റ് രാജ്യമാണ്. ഇത് ഇന്ത്യയിലുള്ള ഒരു ചെറിയൊരു സംസ്ഥാനമാണ്. അതായത് 1.4 ബില്യൺ, അതായത് 142 കോടിയുടെ അടുത്ത് ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിൽ ആകെ 6,90,000 ജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് ഇവിടെ ഈ ഒരു സ്ഥിതിയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ സിസ്റ്റം ഫെഡറൽ സിസ്റ്റമാണ്. അതായത് ആ സ്റ്റേറ്റ് സെപ്പറേറ്റ് അല്ല, ആ സ്റ്റേറ്റ് പാർട്ട് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ആണ്. അപ്പോൾ ഒരുപാട് എയ്ഡ് ഇന്ത്യ ഗവൺമെന്റ് അങ്ങോട്ട് പോകാറുണ്ട്, ടാക്സിന്റെ വിഹിതങ്ങൾ പോകാറുണ്ട്. ഇൻ അഡീഷൻ സ്പെഷ്യൽ പാക്കേജസ് ഉണ്ടാവാറുണ്ട്, മറ്റ് സെൻട്രൽ ഗവൺമെന്റ് സഹായങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഒരു സംസ്ഥാനം കൊളാപ്സ് ചെയ്യില്ല ഒരിക്കലും. അത് പാർട്ട് ഓഫ് ഇന്ത്യ ആണ്. അത് ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു 1.4 ബില്യൺ ആൾക്കാരുള്ള ഇന്ത്യയിൽ 6 ലക്ഷം ആൾക്കാർ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് നമുക്ക് അത്ര എളുപ്പത്തിൽ കാണാൻ പറ്റും. ഇത് ആണ് ഒരു കാരണം. ഇതിപ്പോ എല്ലാ സംസ്ഥാനങ്ങളും ഇതുപോലെ ചെയ്താൽ, ഫോർ എക്സാമ്പിൾ വെസ്റ്റ് ബംഗാൾ ചെയ്താൽ, ഓർഗാനിക് ഫാമിംഗ് ചെയ്താൽ ഉടനെ ഇന്ത്യ അറിയും എന്ന് വെച്ചാൽ ഇന്ത്യയുടെ എക്കണോമി തകരും എന്നുള്ളതാണ്. അതുപോലെ മറ്റ് റൈസ് പ്രൊഡ്യൂസിങ് സംസ്ഥാനങ്ങളിൽ ചെയ്താൽ, കൂടുതൽ റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ ചെയ്താൽ ഇന്ത്യ അറിയും എന്നുള്ളതാണ്. ചെറിയൊരു സംസ്ഥാനം ആയതുകൊണ്ട് ഇന്ത്യ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഇന്ത്യ അറിഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു കാരണം, ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിക് പ്രോഡക്ട്സ് ഒക്കെ അവർ കഴിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ എക്സ്പോർട്ട് ചെയ്യണം നല്ല പ്രൈസ്. ചില ലോകത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പല ഭാഗത്തുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള പല മണ്ടന്മാരെയും പറ്റിക്കാൻ വേണ്ടി ഓർഗാനിക് ഫാമിംഗ് ചെയ്ത പ്രോഡക്റ്റ് ഓർഗാനിക് ഫുഡായി വെക്കുന്നു. അതിന് നല്ല പ്രൈസ് കിട്ടും. ആ പ്രൈസ് വെച്ചിട്ട് അവർ നോൺ ഓർഗാനിക് ഫുഡ് വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. ഓർഗാനിക് ഫുഡ് സർട്ടിഫൈ ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട് ഓരോ സംസ്ഥാനത്തും. നിങ്ങൾ കണ്ടു കാണും, പത്രത്തിലൊക്കെ കണ്ടു കാണും. സിക്കിമിലുള്ള ആ ഏജൻസിയെ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. എന്തുകൊണ്ടാണ്? അവർ നോൺ ഓർഗാനിക് ആയ റൈസിനെ ഓർഗാനിക് ആയി സർട്ടിഫൈ ചെയ്തു എന്നൊരു കുറ്റം. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അവർ ഉണ്ടാക്കുന്ന ആ ഒരു 20% റൈസ്, അവർക്ക് വേണ്ടുന്ന റൈസിന്റെ 20% മാത്രമേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. ഐഡിയലി അവർ തന്നെ കഴിക്കേണ്ടതാണ്. അവരത് എക്സ്പോർട്ട് ചെയ്യണം. ആ ചെറിയ എമൗണ്ട് വരും, അവർ എക്സ്പോർട്ട് ചെയ്യണം നല്ല പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. ആ പൈസ വെച്ചിട്ട് അവർ അതായത് നോൺ ഓർഗാനിക് ഫുഡ് വാങ്ങി കഴിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രൂഫാണ്. അപ്പോൾ സിക്കിം ഫുള്ളി ഓർഗാനിക് ആണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, കഴമ്പില്ല എന്നതാണ് സത്യം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഓർഗാനിക് ഫാമിങ് ഒരു കൺട്രിയിൽ മുഴുവൻ നടപ്പിലാക്കിയാൽ ആ കൺട്രി ബാങ്ക്രപ്റ്റ് ആവും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അല്ലെങ്കിൽ ഫുഡ് ഇൻസഫിഷ്യൻ്റ് ആവും, ഫുഡ് സെക്യൂരിറ്റി ഉണ്ടാവില്ല അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക,
ഇത് മറ്റുള്ളവർക്ക് അറിവ് നേടിക്കൊടുക്കും എന്ന് തോന്നുമെങ്കിൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ, സയൻസ് സംബന്ധമായ വീഡിയോ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.